ഹലോ, ഗുഡ് ഈവനിങ് ടു ആൾ. എന്തൊക്കെയാണ് എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ ഓർമ്മയില്ലണ്ടോ എല്ലാരും? നമ്മളിപ്പോ എന്താ എടുത്തോണ്ടിരുന്നത്? LDCയുടെ ടോപ്പിക്സ് ആണ് എടുത്തത്. ഇലക്ഷൻ കമ്മീഷൻസ് എന്നുള്ള ഒരു ഭാഗമുണ്ട് നമുക്ക് പഠിക്കാൻ. ആ കമ്മീഷൻസ് എന്നുള്ള പാർട്ടിലാണ് ഇപ്പൊ നമ്മള് എടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, അതിലെ നമ്മള് ഇലക്ഷൻ കമ്മീഷൻ എടുത്തു. ഫസ്റ്റ് നമ്മൾ എടുത്തത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷൻസ് എടുത്തു. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും സെൻട്രൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസിനെ എടുത്തു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് UPSC ആണ്. UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് അല്ലെ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും കമ്മീഷൻസിൽ പഠിക്കാനുള്ള ഒരു പാർട്ടാണ് കേട്ടോ. ഇപ്പൊ ഷെഡ്യൂൾഡ് കാസ്റ്റും ട്രൈബും കമ്മീഷൻസും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. കുറെ ആർട്ടിക്കിൾസും പാർട്സും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നന്നായിട്ട് ആർട്ടിക്കിളും പാർട്സും ഒക്കെ നന്നായി എഴുതി വെച്ചിട്ട് വേണം പഠിക്കാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഓക്കെ, UPSCയിലെ നമുക്ക് നോക്കാനുള്ളത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചിട്ടാണ് നോക്കാനുള്ളത്. ഇപ്പൊ ഭരണഘടനയിലെ 25th പാർട്ടിലാണ് UPSC എന്നുള്ള ഒരു ഭാഗം പറയുന്നത്. UPSC റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് 1926 ഒക്ടോബറിലെ ലീ കമ്മീഷൻ റെക്കമെൻഡേഷൻ ആണ്. ലീ കമ്മീഷൻ ആണ് ഇത് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു UPSC വേണം. എന്താ PSC എന്താണ്? പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെ. അപ്പൊ നമ്മളതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ക്ലാസ് എടുക്കുന്നതും ടീച്ചർ ക്ലാസ് എടുക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? PSC എക്സാമിന് വേണ്ടിയിട്ടാണ്. ഈ PSC എക്സാം നടത്താൻ വേണ്ടിയിട്ടുള്ള ആ ബോഡിയാണ് UPSC ബോഡി. അതേപോലെ PSC ബോഡി എന്ന് പറയുന്നത്. അപ്പൊ UPSC വേണം എന്ന് പറയുന്നത് ഭരണഘടനയിലെ 25th പാർട്ടാണ്. 1926 ഒക്ടോബറിലെ ലീ കമ്മീഷൻ റെക്കമെൻഡേഷന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു UPSC വേണം എന്നുള്ളത് വന്നിട്ടുള്ളത്. ഓക്കെ, പാർട്ട് 14ലാണ് UPSC യെ കുറിച്ച് പറയുന്നത്. പാർട്ട് 14ലാണ് UPSC യെ കുറിച്ച് പറയുന്നത്. UPSC യെ കുറിച്ച് പറയുന്നത് പാർട്ട് 14ലാണ്. ഓക്കെ, ഏതാണ്? പാർട്ട് 14ലാണ് UPSC യെ കുറിച്ച് പറയുന്നത്. ഇനി UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനും ആവശ്യമാണ്. ഒരു രാജ്യത്ത് UPSCയും PSCയും ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 315. ആർട്ടിക്കിൾ 315 ആണ് ഒരു സ്റ്റേറ്റ് PSC കമ്മീഷനും യൂണിയൻ PSC കമ്മീഷനും വേണമെന്ന് പറഞ്ഞിട്ട് PSC വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 315 ആണ്. ഇനി UPSCയുടെയും PSCയുടെയും ധർമ്മങ്ങൾ പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 320ലാണ്. ഓക്കെ, എന്താ നമ്മൾ നോക്കിയത്? പാർട്ട് 14ലാണ് UPSC യെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. UPSC PSC ആവശ്യമാണ്. അങ്ങനെ ഒരു ബോഡി നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്സിൽ അങ്ങനെ ഒരു ബോഡി ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 315 ആണ്. UPSC and PSC ധർമ്മങ്ങൾ പറയുന്നത് ആർട്ടിക്കിൾ 320 ആണ്. UPSC and PSC ധർമ്മങ്ങൾ പറയുന്നത് ആർട്ടിക്കിൾ 320 ആണ്. 315 എന്നുള്ളത് UPSC PSC ആവശ്യമാണെന്ന് പറഞ്ഞു. UPSC PSC ധർമ്മങ്ങൾ പറഞ്ഞത് ആർട്ടിക്കിൾ 320 ആണ്. ആർട്ടിക്കിൾ 320 ആണ് UPSC PSCയുടെ ധർമ്മങ്ങൾ പറയുന്നത് ആർട്ടിക്കിൾ 320 ആണ്. ഓക്കെ, ഇനി മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ. മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് UPSC ആണ്. മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് UPSC ആണ്. അതേപോലെ അവരുടെ അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നതും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഒക്കെ രാഷ്ട്രപതിയാണ്. ഓക്കെ, എണ്ണം നിശ്ചയിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, ഇതെല്ലാം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. എന്താണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? UPSC PSC ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 315 ആണ്. UPSC and PSC ധർമ്മങ്ങൾ, UPSCയുടെയും PSCയുടെയും ധർമ്മങ്ങൾ പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 320ലാണ്. ഓക്കെ, ഇനി UPSC നമ്മൾ പറയുന്നത് മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നതാണ് UPSC. ഇനി എത്ര മെമ്പേഴ്സ് വേണം? അവയെ നിയമിക്കുന്നത് ആർട്ടിക്കിൾ 316ലാണ് പറയുന്നത്. അവരെ നീക്കം ചെയ്യുന്നത്, സസ്പെൻഡ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 317ലാണ് പറയുന്നത്. ഇനി ഇവയെ നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത് എല്ലാം രാഷ്ട്രപതിയാണ്. സാധാരണ നമ്മൾ എല്ലാ കമ്മീഷൻസും പറയുന്ന പോലെ, എല്ലാ കമ്മീഷൻസും നമ്മൾ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ ഇവരുടെ കാലാവധി, ഇവരെ നിശ്ചയിക്കുന്നത്, അവരുടെ എണ്ണം തീരുമാനിക്കുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ,
ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്നും ആലോചിക്കുക. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു പാർട്ടാണ്. മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് UPSC ആണ്. ഇനി ഇവരുടെ കാലാവധി 65 വയസ്സോ 6 വർഷമോ ആണ്. ഒരാള് സർവീസിൽ കയറി 3 വർഷമാകുമ്പോഴേക്കും 65 വയസ്സാവണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? റിസൈൻ ചെയ്യണം. അല്ല അയാൾ 6 വർഷത്തോളം കാലാവധി പൂർത്തിയാക്കാം. ആർട്ടിക്കിൾ 316 ഈ ഒരു കാര്യം പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് പാർട്ട് 14 ആണ് UPSC വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ. UPSC ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 314 ആണ്. 15 ആണ്. PSCയുടെ ധർമ്മങ്ങൾ പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 320 ആണ്. ഇനി ഇവരുടെ നിശ്ചയിക്കുന്നത് ആർട്ടിക്കിൾ 316 ആണ്. ഇനി ഇവിടെ നീക്കം ചെയ്യുന്നത് ആർട്ടിക്കിൾ 317 പ്രതിപാദിക്കുന്നത്. ഇനി ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 65 ഇയേഴ്സ് ആണ്. ഓക്കെ, ആ പറഞ്ഞതൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യുക, പോയിന്റ്സ് ഒക്കെ ഒന്ന് മൈൻഡിൽ വെക്കുക. ഇനി നമുക്ക് പറയുന്നത് ആക്ടിംഗ് ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇവരുടെ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇനി UPSCയുടെ സാലറി എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യസ് കൺസോളിഡേറ്റഡ് ഫണ്ട് ആണ്. എന്താ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് വെച്ചാൽ? കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് വെച്ചാൽ എന്താണ്? UPSCയുടെ സഞ്ചിത നിധി എന്ന് പറയില്ലേ. സഞ്ചിത നിധി എന്ന് പറയുന്നതിൽ നിന്നാണ് UPSCക്കാർക്ക് സാലറി കൊടുക്കുന്നത്. UPSC ചെയർമാനെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യനല്ല. ഇനി ഈ UPSC ചെയർമാൻമാർക്ക് ചില പ്രത്യേകതകളുണ്ട്. ഓക്കെ, അവര് ഏതൊക്കെ പോസ്റ്റില് വീണ്ടും മത്സരിക്കാം, ഏതൊക്കെ പോസ്റ്റിൽ ഇവർക്ക് വീണ്ടും വർക്ക് ചെയ്യാം എന്നുള്ള 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതില് UPSC ചെയർമാൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യനല്ല. അതായത് വീണ്ടും UPSCയിലേക്ക് തന്നെ തെരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യനല്ല. വീണ്ടും UPSCയിലേക്ക് തന്നെ തെരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യനല്ല. ഓക്കെ, UPSC ചെയർമാന് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യനല്ല. UPSC ചെയർമാൻ വേറെ പോസ്റ്റില്, ഓക്കെ, കേന്ദ്രത്തിലോ സ്റ്റേറ്റിലോ വേറെ പോസ്റ്റില് തെരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യരല്ല. പിന്നെ UPSC അംഗങ്ങൾ വീണ്ടും തെരഞ്ഞെടുക്കാൻ കഴിയില്ല. UPSC അംഗങ്ങൾക്കും വീണ്ടും തെരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യരല്ല. ആദ്യം നമ്മൾ UPSC ചെയർമാനെയാണ് പറഞ്ഞത്. UPSC ചെയർമാന് വേറെ പോസ്റ്റില് UPSC ചെയർമാനെ വീണ്ടും തെരഞ്ഞെടുക്കാൻ യോഗ്യരല്ല. അതേപോലെ തന്നെ UPSC ചെയർമാൻ വേറെ പോസ്റ്റില് തെരഞ്ഞെടുക്കാനും, വേറെ പോസ്റ്റില് കേന്ദ്രത്തിലോ സ്റ്റേറ്റിലോ വേറെ പോസ്റ്റില് തെരഞ്ഞെടുക്കാൻ യോഗ്യരല്ല. ഇനി UPSC അംഗങ്ങളെ വീണ്ടും തെരഞ്ഞെടുക്കാൻ പറ്റില്ല. ഒരു വട്ടം അംഗങ്ങളായവരെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യരല്ല. അതുപോലെ UPSC ചെയർമാൻ, PSC ചെയർമാൻ ഈ മെമ്പേഴ്സിനെ UPSC ചെയർമാനോ PSC ചെയർമാനോ ആവുന്നതിൽ എന്തില്ല, പ്രോബ്ലം അല്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് 4 കാര്യങ്ങളാണ് പറഞ്ഞത്. UPSCയുടെ സാലറി തീരുമാനിക്കുന്നത് ഇന്ത്യസ് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് അവരുടെ സാലറി തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ സാലറി നൽകുന്നത്. UPSC ചെയർമാൻമാർക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യരല്ല നമ്മൾ പറഞ്ഞു അല്ലെ. ഇത് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്. സ്റ്റേറ്റ്മെന്റ് ലെവല് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ചെയർമാൻമാരെയും അംഗങ്ങളെയും തെരഞ്ഞെടുക്കപ്പെടുന്നതിനെ കുറിച്ചിട്ടുള്ള ഭാഗങ്ങള് മാറ്റി ചോദിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച്. അത് പ്രസ്താവന ശരിയാണോ, അങ്ങനെ രീതിയിലാണല്ലോ ഇപ്പൊ പ്രസ്താവന ടൈപ്പ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് വരിക. ഇങ്ങനെ UPSC ചെയർമാൻ വീണ്ടും തെരഞ്ഞെടുക്കാൻ യോഗ്യരാണ്, അപ്പൊ അതല്ലയോ എന്നുള്ളത് നമ്മൾ കറക്റ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മള് ജോയിന്റ് സ്റ്റേറ്റ് PSC ആണ്. ജോയിന്റ് സ്റ്റേറ്റ് PSCനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. എന്താണ്? ആവശ്യമുണ്ടെങ്കിൽ പാർലമെന്റിന് നിയമപ്രകാരം രൂപീകരിക്കാൻ പറ്റുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്ത്? ജോയിന്റ് സ്റ്റേറ്റ് PSC. ഓക്കെ, ജോയിന്റ് സ്റ്റേറ്റ്സ് PSC എന്ന് പറയുന്നത് ആവശ്യമായി തോന്നുകയാണെങ്കിൽ പാർലമെന്റിന് എന്ത് ചെയ്യാം? നിയമപ്രകാരം രൂപീകരിക്കാം. അതിന് പറ്റിയ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല. അതേപോലെ ജോയിന്റ് സ്റ്റേറ്റ് PSCയുടെ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കാലാവധി 6 വർഷമോ 62 വയസ്സാണ്. കാലാവധി 6 വർഷമോ 62 വയസ്സോ ആണ്. 6 വർഷമോ 62 വയസ്സോ ആണ് അവരുടെ കാലാവധി. ഓക്കെ, ഇതിൽ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? കുറച്ച് ആർട്ടിക്കിൾസ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത നോക്കുക. ആർട്ടിക്കിൾ 315 ആണ് PSC അല്ലെങ്കിൽ UPSC വേണം എന്ന് പറഞ്ഞിട്ടുള്ളത്. 320 അവരുടെ ധർമ്മങ്ങളാണ്. 360 എന്ന് പറഞ്ഞാൽ അവരെ നിയമിക്കുന്നത്. 317 എന്ന് പറഞ്ഞാൽ അവരെ നീക്കം ചെയ്യുന്നത്. അതേപോലെ UPSCക്കാരുടെ
അവർക്ക് ഇനി വീണ്ടും മത്സരിക്കാൻ പറ്റും എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അത് ആർട്ടിക്കിൾ 319 ഇനി ജോയിന്റ് സ്റ്റേറ്റ് PSC നെ കുറിച്ച് പറഞ്ഞു. ആവശ്യമുണ്ടെങ്കിൽ പാർലമെന്റിന് രൂപീകരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ജോയിന്റ് സ്റ്റേറ്റ് PSC. പിന്നെ ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല, ഭരണഘടനാ സ്ഥാപനമാണ്. പ്രസ്താവന ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അത് അല്ല എന്നുള്ളത് നമ്മൾ കറപ്പിക്കണം അല്ലെ. നെക്സ്റ്റ്, ജോയിന്റ് സ്റ്റേറ്റ് PSCയുടെ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ജോയിന്റ് സ്റ്റേറ്റ് PSCയുടെ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഓക്കെ. നെക്സ്റ്റ്, അവരുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമോ 62 വയസ്സോ ആണ്. ഈ ഒരു ഭാഗം മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് അല്ലെ. ഇപ്പം നമ്മള് UPSC ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്റ്റേറ്റ് PSC പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. ഓക്കെ. ഇവരുടെ എണ്ണം, അതായത് എത്ര മെമ്പേഴ്സ് വേണമെന്നുള്ളത് തീരുമാനിക്കുന്നത് ഗവർണറാണ്. ഇവരെ നിയമിക്കുന്നത് ഗവർണറാണ്. ഇവരുടെ കാലാവധി 6 വർഷമോ 62 വയസ്സോ ആണ് അല്ലെ. ജോയിന്റ് സ്റ്റേറ്റ് PSCയിൽ പറഞ്ഞ പോലെ തന്നെയാണ്, 6 വർഷമോ 62 വയസ്സോ ആണ്. ആർട്ടിക്കിൾ 316 തന്നെയാണ് ഇവിടെയും എന്ത് ചെയ്യുന്നത്? ഇവിടെയും കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളത്. ഓക്കെ. ഇവരെ പിരിച്ചുവിടുക അല്ലെങ്കിൽ നീക്കം ചെയ്യുക അത് രാഷ്ട്രപതിയാണ്. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ നമ്മൾ എന്താ പറഞ്ഞത്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഓർമ്മയുണ്ടോ? ആരാണ്? യൂണിയൻ പബ്ലിക് കമ്മീഷന്റെ എണ്ണം നിശ്ചയിക്കുന്നത്, അവരെ നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത് എല്ലാം ആരാണ്? രാഷ്ട്രപതിയാണ്. പക്ഷേ സ്റ്റേറ്റ് PSCക്ക് എങ്ങനെയാണ്? സ്റ്റേറ്റ് PSCക്ക് എങ്ങനെയാണ്? അവരുടെ എണ്ണം നിശ്ചയിക്കുന്നതും അവരെ നിയമിക്കുന്നതും ഗവർണറാണ്. പക്ഷെ അവരെ നീക്കം ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ പിരിച്ചുവിടാനുള്ള, നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഇനി ഇവർക്ക് യോഗ്യതകളുണ്ട് അല്ലെ. യോഗ്യത വേണം, ക്വാളിഫിക്കേഷൻ വേണം. ഒരു പോസ്റ്റിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണം. എന്താണ്? സ്റ്റേറ്റ് ടു സെൻട്രൽ 10 വർഷം ജോലി ചെയ്യണം. 10 വർഷം സ്റ്റേറ്റിലോ സെൻട്രൽ ഗവൺമെന്റോ മിനിമം 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് മാത്രമാണ് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു സ്ഥാനത്ത് ഇരിക്കാൻ പറ്റുള്ളൂ. സാലറി സ്റ്റേറ്റ് കൺസോളിഡേറ്റഡ് ഫണ്ടാണ്. മറ്റേത് UPSCയുടെ നമ്മൾ എന്താ പറഞ്ഞത്? ഇന്ത്യാസ് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. ഇവിടെ സാലറി തീരുമാനിക്കുന്നത് സ്റ്റേറ്റ് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. ഓക്കെ. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവിടെ ഇതിലെ അംഗങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വീണ്ടും ചെയർമാൻ ആകാൻ സാധിക്കില്ല. പക്ഷെ UPSCയുടെ അംഗമോ ചെയർമാനോ ആകാം. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റ് PSCയിലെ അംഗങ്ങൾക്ക്, സ്റ്റേറ്റ് PSC കമ്മീഷനിലെ അംഗങ്ങൾക്ക് വീണ്ടും ചെയർമാൻ ആവാൻ സാധിക്കില്ല. അവർക്ക് വീണ്ടും ചെയർമാൻ ആവാൻ സാധിക്കില്ല. പക്ഷെ UPSCയുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗമാകാനും ചെയർമാൻ ആകാനും കഴിയും. അംഗമാകാനും ചെയർമാൻ ആകാനും ഇവർക്ക് കഴിയും. അതുപോലെ PSC അംഗങ്ങൾക്ക് വീണ്ടും അതിൽ തന്നെ അംഗങ്ങളാവാൻ സാധിക്കില്ല. പിന്നെ PSC ചെയർമാൻക്ക് UPSC അംഗമോ ചെയർമാനോ ആകാം. ഇവിടെ മാറ്റമുണ്ട്. PSCയിലെ അംഗങ്ങൾക്ക് വീണ്ടും PSCയിലേക്ക് അംഗമാകാൻ സാധിക്കില്ല. പക്ഷെ PSCയുടെ ചെയർമാന് UPSC അംഗമാവാം, ഒരു മെമ്പർ ആവാം. UPSCയുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒരു മെമ്പർ ആവാം, അല്ലെങ്കിൽ അവിടുത്തെ ചെയർമാൻ ആകാം. പക്ഷെ അവർക്ക് എന്ത് ചെയ്യല്ലേ? PSCയിലുള്ള അംഗങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല? അംഗമാകാൻ കഴിയില്ല. ഓക്കെ. ഇവിടെ നമ്മൾ എന്തൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്? ഇവരുടെ എണ്ണം നിശ്ചയിക്കുന്നത്, ഇവരെ നിയമിക്കുന്നതൊക്കെ ഗവർണറാണ്. പക്ഷെ പിരിച്ചുവിടാനും നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാന്നാ പറഞ്ഞത്? രാഷ്ട്രപതിക്കാന്ന് പറഞ്ഞു. പിന്നെ സ്റ്റേറ്റിലോ സെൻട്രലിലോ 10 വർഷത്തോളം എങ്കിലും മിനിമം ജോലി ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം. അതേപോലെ ഇവരുടെ സാലറി കൊടുക്കുന്നത് സ്റ്റേറ്റ് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. ഇനി ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ചെയർമാന് വീണ്ടും സ്റ്റേറ്റ് PSCയിലെ അംഗമാവാൻ സാധിക്കില്ല. UPSC അംഗമോ ചെയർമാനോ ആകാം. അതുപോലെ PSC അംഗങ്ങൾക്ക് വീണ്ടും അംഗരാകാൻ സാധിക്കില്ല. പക്ഷെ PSC ചെയർമാന് UPSC അംഗമോ ചെയർമാനോ ആകാം. അതേപോലെ PSCയുടെ പെർഫോമൻസ് വാർഷിക റിപ്പോർട്ട്. എന്താ വാർഷിക റിപ്പോർട്ട് എന്നിരിക്കുന്നത്? PSCയുടെ പ്രവർത്തനങ്ങൾ അല്ലെ. PSC ആണല്ലോ എക്സാംസ് നടത്തുന്നത്, അതിനുള്ളത് ചെയ്യുന്നത് എല്ലാതും PSC ആണല്ലോ. ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെ, പോസ്റ്റ് തീരുമാനിക്കുന്നത്. ഓക്കെ. ഗവൺമെന്റിന്റെ ഒഴിവുകളൊക്കെ നോക്കിയിട്ട് അതൊക്കെ പബ്ലിഷ് ചെയ്ത് വിജ്ഞാപനങ്ങളൊക്കെ പുറപ്പെടുവിച്ച് എക്സാം നടത്തി ആളുകളെ
സെലക്ട് ചെയ്യുന്നത് PSC ആണ്. അപ്പോൾ ഓരോരുത്തർ വാർഷിക റിപ്പോർട്ട്, ആനുവൽ റിപ്പോർട്ട്, വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഗവർണർക്കാണ്. ഇനി ആർട്ടിക്കിൾ 318 ആർട്ടിക്കിൾ 318 കമ്മീഷന്റെ അംഗങ്ങളെ കുറിച്ച്, ഉദ്യോഗസ്ഥരുടെ സേവന വ്യവസ്ഥകളെ കുറിച്ചൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ 318 ഇനി ഇവരുടെ ആസ്ഥാനം തുളസി ഹിൽസ് പട്ടത്താണ്. തുളസി ഹിൽസ് എന്നാണ് ആസ്ഥാനത്തിന്റെ പേര്, പട്ടത്താണ്. ഓക്കെ. ആദ്യം ഉണ്ടായിരുന്നത് ട്രാവൻകൂർ PSC ആയിരുന്നു അല്ലെ. ആദ്യം ഉണ്ടായിരുന്നത് PSC വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ്. അതിൽ ട്രാവൻകൂർ PSC ആയിരുന്നു. 1936 ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് GD നോക്സ് ആയിരുന്നു. 1936 എന്നൊക്കെ പറയുമ്പോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നാണല്ലേ, അല്ലെ? സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നാണ്. 1936 എന്ന് പറയുന്നത് ട്രാവൻകൂർ PSC ആയിരുന്നു. അതിൽ ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് GD നോക്സ് ആയിരുന്നു. ഓക്കെ. ഇനി കേരള PSC, ഈ ട്രാവൻകൂർ PSC ഒക്കെ കഴിഞ്ഞ് പിന്നെ കേരള PSC എന്നുള്ളൊരു പേര് വരുന്നത് 1956 അതിന്റെ ഫസ്റ്റ് ചെയർമാൻ VK വേലായുധനാണ്. ഫസ്റ്റ് ചെയർമാൻ ആരാണ്? VK വേലായുധൻ. ഇവിടെ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഇവിടെ കുറച്ച് കാര്യങ്ങളാണല്ലോ പറയാ. എന്നൂടെ പറയാ. എന്താണ്? കമ്മീഷൻ അംഗങ്ങള്, ഉദ്യോഗസ്ഥരുടെ സേവന വ്യവസ്ഥ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആർട്ടിക്കിൾ 318 പറയുന്നത്. ഈ സ്റ്റേറ്റ് PSCയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് പട്ടത്താണ്, തുളസി ഹിൽസ് എന്നാണ് പേര്. ട്രാവൻകൂർ PSC 1936 ട്രാവൻകൂർ PSC. അതിന്റെ ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് GD നോക്സ് ആണ്. എന്നാൽ കേരള PSC, കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ 1956 ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് VK വേലായുധനാണ്. ഓക്കെ. അപ്പോ മറക്കരുത്, ഈ ഒരു ഭാഗം നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ സേവന വ്യവസ്ഥകളും അതേപോലെ അവരുടെ ക്വാളിഫിക്കേഷൻസും അവരുടെ ഇതൊക്കെ പറഞ്ഞു. അതുപോലെ സ്റ്റേറ്റ് PSCയുടെ നമ്മൾ എന്ത് പറഞ്ഞു? അവരുടെ സേവന വ്യവസ്ഥകൾ പറഞ്ഞു, കാലാവധി പറഞ്ഞു, ആസ്ഥാനം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും മാറിപ്പോവാതെ നോക്കുക. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് അറ്റോർണി ജനറൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറ്റോർണി ജനറലിന്? ഓക്കെ. ഈ അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 76. എന്താ മക്കളെ, നിങ്ങൾക്ക് സ്റ്റേറ്റ് PSCയും യൂണിയൻ PSC കമ്മീഷനും ഓക്കെ അല്ലേ? മനസ്സിലായിട്ടില്ലേ? ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിരിക്കുക, കറക്റ്റ് പഠിക്കുക. ഓക്കെ. നെക്സ്റ്റ് അറ്റോർണി ജനറൽ ആണ്. ലെക്ചർ നോട്ടൊക്കെ എഴുതിയിട്ടുണ്ടോ? ക്ലാസ് കേൾക്കുമ്പോ ഇമ്പോർട്ടന്റ് പറയുന്ന പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ ഭാഷയിൽ ഒന്ന് നോട്ട് ചെയ്തിടാട്ടോ. എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 76 ആണ് എന്തിനെ കുറിച്ച് പറയുന്നത്? അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്നു. എന്താണ് ഈ അറ്റോർണി ജനറലിന്റെ പോസ്റ്റ് എന്ന് വെച്ചത്? എന്തൊക്കെയാണ്? ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമപരമായ കാര്യങ്ങളിൽ ഉപദേശം നൽകുന്നു. അറ്റോർണി ജനറലിന്റെ ജോലികളാണ് പറയുന്നത്. എന്തൊക്കെയാണ് അയാള് അറ്റോർണി ജനറൽ എന്നുള്ള ഒരു പോസ്റ്റിൽ ഇരുന്നിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് മനുഷ്യൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇന്ത്യ ഗവൺമെന്റ് നിയമപരമായ കാര്യങ്ങളിൽ ഉപദേശം നൽകുന്നു. കാണുന്നില്ലേ? നിങ്ങൾക്ക് സ്ലൈഡ് കാണുന്നില്ലേ? എന്താണ്? ഇന്ത്യ ഗവൺമെന്റിന് നിയമപരമായ കാര്യങ്ങളിൽ ഉപദേശം നൽകുന്നു. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ, ഒന്നാമത്തെ ഓഫീസറാണ്. ഇന്ത്യയുടെ നിയമപരമായിട്ടുള്ള കാര്യത്തിൽ ഒന്നാമത്തെ ഉദ്യോഗസ്ഥൻ, ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അറ്റോർണി ജനറൽ ആണ്. ഇന്ത്യ ഗവൺമെന്റ് ഏത് കോടതിയിലും കേസുമായിട്ട് കയറി ചെല്ലാൻ കഴിയുന്ന വ്യക്തിയാണ് അറ്റോർണി ജനറൽ. ലോക്സഭ, രാജ്യസഭ, സഭാ നടപടികൾ ഏറ്റെടുക്കാൻ കഴിയുന്ന വ്യക്തിയാണ്. അതേപോലെ സാധാരണ ലോക്സഭയുടെയും രാജ്യസഭയുടെയും പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണ്. ഓട്ടെ, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനാണ്. പക്ഷെ ഈ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? സഭാ നടപടികൾ ഏറ്റെടുക്കാൻ കഴിയും. ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടോ? ഇല്ല, വോട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. CAGയുടെ പവറിലൊക്കെ ഇരിക്കുകയാണെങ്കിലേ, അറ്റോർണി ജനറലിന്റെ പവറിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വോട്ടധികാരം ഇല്ല. അഭിപ്രായം പറയാം, നമുക്ക് സജസ്റ്റ് ചെയ്യാം, പക്ഷെ സമ്മതിദാനാവകാശം അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക്
യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞത്? അറ്റോർണി ജനറലിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാ നമ്മളിപ്പോ പറഞ്ഞതെന്ന് ശ്രദ്ധിച്ച എല്ലാവരും. ആർട്ടിക്കിൾ 76 ആണ് അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്നത്. എന്താണ് അറ്റോർണി ജനറലിന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞത്? ഇന്ത്യയിലെ ആദ്യത്തെ നിയമ ഉദ്യോഗസ്ഥനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നിയമ ഉദ്യോഗസ്ഥനാണ് ആര്? അറ്റോർണി ജനറൽ. ഒന്നാമത്തെ ഓഫീസറാണ്. അതേപോലെ ഇന്ത്യയിലെ ഏത് കോടതിയിലും എപ്പോ വേണമെങ്കിലും കേസുമായിട്ട് കയറി ചെല്ലാം. അതുപോലെ ലോക്സഭ, രാജ്യസഭ, സഭാ നടപടികൾ ഏറ്റെടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ സഭാ നടപടികളിൽ പങ്കെടുക്കാൻ കഴിയുന്ന വ്യക്തിയാണ്. സാധാരണ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണ് അതിൽ പങ്കെടുക്കുക. ആ സഭാ നടപടി ഏറ്റെടുക്കാൻ കഴിയുന്ന വ്യക്തിയാണ് അറ്റോർണി ജനറൽ. ദെൻ വോട്ട് അധികാരമില്ല. ഇതിന് എന്തില്ല? വോട്ട് അധികാരമില്ല. അഭിപ്രായം പറയാം അല്ലെ? എന്തെങ്കിലും ഇലക്ഷനിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയാം. പക്ഷെ വോട്ട് സമ്മതിദാന അവകാശം ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഇനി ഇതൊക്കെ എവിടുന്നാണ്, എന്തൊക്കെയാണ് ഈ ആശയങ്ങൾ എവിടുന്ന് കടം കൊണ്ടു? അതിന്റെ പ്രത്യേകത, ഇവർ നിയമിക്കുന്നത് ആരാണ്, ഇവരുടെ യോഗ്യത എന്താണ്, ആ കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് കേട്ടോ. ഇവിടെ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഈ ഒരു അറ്റോർണി ജനറൽ എന്നുള്ള ആശയം കടം കൊണ്ടിട്ടുള്ള ബ്രിട്ടനിലാണ്. ഓക്കെ, ഇവിടെ നിയമനം നടത്തുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ഇനി ഇവരുടെ ഈ പോസ്റ്റിന്റെ ഇതെന്താണെന്നറിയോ? ഈക്വൽ ഇതായിട്ടുള്ള എന്താണെന്നറിയോ? സെയിം ടു സുപ്രീം കോടതി ജഡ്ജാണ്. എന്തൊരു യോഗ്യത എന്താണ്? സുപ്രീം കോടതി ജഡ്ജിന് തുല്യമായിട്ടുള്ള യോഗ്യതയാണുള്ളത്. കാലാവധി ആ പ്രസിഡന്റ് നിയമിച്ചിട്ടുള്ള പ്രസിഡന്റ് പറയുന്നിടത്തോളം കാലം നമുക്ക് കാലാവധി ഉണ്ടാകും. ഓക്കെ, എന്തൊക്കെ നമ്മൾ പറഞ്ഞത്? ആശയം, ഈ ഒരു ആശയം അറ്റോർണി ജനറൽ എന്നുള്ള ആശയം കടം കൊണ്ടിട്ടുള്ള ബ്രിട്ടനിലാണ്. നിയമനം നടത്തിയിട്ടുള്ളത് പ്രസിഡന്റ് ആണ്. എന്താണ് യോഗ്യത? സെയിം ടു സുപ്രീം കോടതി ജഡ്ജാണ്. സുപ്രീം കോടതി ജഡ്ജിനെ യോഗ്യത, അതേ യോഗ്യതയാണ് ഇദ്ദേഹത്തിനുള്ളത്. കാലാവധി എന്താ മക്കളെ? വർഷം പറയുന്നുണ്ടോ? വയസ്സ് പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. ഇവിടെ എന്താ പ്രത്യേകത? എന്താ പ്രത്യേകത? പ്രസിഡന്റിന് താല്പര്യമുള്ളിടത്തോളം കാലം കേൾക്കാം. ഓക്കെ, കാലാവധി പ്രസിഡന്റ് താല്പര്യമുള്ളിടത്തോളം കാലം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിൽക്കാൻ പറ്റും. ഇനി ഇവര് നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ഇംപീച്ച്മെന്റ് എന്നുള്ള പ്രോസസ്സ് ഇവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രസിഡന്റ് ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു? നീക്കം ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ലെവലിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് അറ്റോർണി ജനറലിനെ കുറിച്ച് അറിയണം. MC സെറ്റിൽവാർഡ് ആണ് ഫസ്റ്റ് അറ്റോർണി ജനറൽ. MC സെറ്റിൽവാർഡ് ഇന്ത്യസ് ലോ കമ്മീഷൻ ഫസ്റ്റ് കമ്മീഷൻ ചെയർമാൻ ആണ് MC സെറ്റിൽവാർഡ്. ഓക്കെ, 1951 ഇന്ത്യയുടെ കമ്മീഷൻ ചെയർമാൻ ആണ് MC സെറ്റിൽവാർഡ്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് തോന്നുന്നുണ്ട്. എന്തൊക്കെയാണ് അവരുടെ ആർട്ടിക്കിള്, ഉണ്ടായ പ്രത്യേകതകള്, അതേപോലെ തന്നെ അവരുടെ പദവി എങ്ങനെയാണ്? നമ്മൾ എന്താ പറയുന്നത്? അതിന്റെ കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ. ഇന്ത്യ ഗവൺമെന്റ് ഏത് കോടതിയിലും കയറിച്ചെല്ലാം. ലോക്സഭ, രാജ്യസഭ നമ്മൾ പങ്കെടുക്കാൻ കഴിയുന്ന വ്യക്തിയാണ്. വോട്ടവകാശം ഇല്ല. അഭിപ്രായം പറയാം. ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രതീക്ഷിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, ഇത് ഈ ആശയം എവിടെ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്? ബ്രിട്ടനിൽ നിന്നിട്ടാണ് പറഞ്ഞു. നിയമനം നടത്തുന്ന പ്രസിഡന്റ് എന്ന് പറഞ്ഞു. യോഗ്യത സുപ്രീം കോടതി ജഡ്ജിന് ഈക്വൽ ആണെന്ന് പറഞ്ഞു. പ്രസിഡന്റിന് താല്പര്യത്തിടത്തോളം കാലം അയാൾ എന്ത് ചെയ്യാൻ പറ്റും? നീക്കം ചെയ്യാൻ അയാൾക്ക് കഴിയില്ല. പ്രസിഡന്റ് എപ്പോഴാണ് ആവശ്യപ്പെടുന്നത് അതുവരെ നമുക്ക് അയാളുടെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇന്ത്യസ് ലോ കമ്മീഷൻ ചെയർമാൻ. ഫസ്റ്റ് അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞത് MC സെറ്റിൽവാർഡ് ആണ്. അതേപോലെ തന്നെ ഇന്ത്യസ് ലോ കമ്മീഷൻ ചെയർമാൻ, ലോ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് MC സെറ്റിൽവാർഡ് ആണ്.
ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, ഫസ്റ്റ് അറ്റോർണി ജനറൽ MC സെറ്റിൽവാർഡ് എന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെയാണ് ഇന്ത്യസ് ലോ കമ്മീഷൻ ചെയർമാനും. ആരെന്നാണ് ലോ കമ്മീഷന്റെ ചെയർമാൻ ആരും തന്നെയാണ് MC സെറ്റിൽവാർഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളതാണ് സോളിസിറ്റർ ജനറൽ. എന്താ സോളിസിറ്റർ ജനറൽ എന്ന് പറഞ്ഞാല്, അറ്റോർണി ജനറൽ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് നിയമ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞു. അപ്പോൾ സോളിസിറ്റർ ജനറൽ ആരാണ്? സെക്കൻഡ് ലോ ഓഫീസർ ആണ്. സെക്കൻഡ് ലോ ഓഫീസർ ആണ് സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത്. പാർലമെന്റിന്റെ നിയമനം വഴിയാണ്, പക്ഷെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല, ഭരണഘടനാപരമല്ല. അദ്ദേഹം ഭരണഘടനാപരമായ സ്ഥാപനമല്ല ഈ സെക്കൻഡ് ലോ ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കാര്യങ്ങൾ പറഞ്ഞത് ഈ സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്ലൈഡിൽ പോവാം. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. എന്താണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഓക്കെ, നമ്മൾ ഭരണഘടനയുടെ ശില്പിയായിട്ട് ആരെ കണക്കാക്കുന്നത്? ഡോക്ടർ അംബേദ്കറിനെയാണ് ഭരണഘടനാ ശില്പിയായിട്ട്. അതേപോലെ ഭരണഘടനാപരമായ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് എന്തൊക്കെ ഇപ്പൊ നമ്മൾ നോക്കുന്നത്? ഭരണഘടനാ ശില്പി എന്ന് പറയുന്നത് നമ്മൾ അംബേദ്കർ ആണ്. അതേപോലെ ഭരണഘടനാപരമായ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഓക്കെ, ഇനി നമുക്ക് ആർട്ടിക്കിൾ നോക്കാം. ഒരു ആർട്ടിക്കിൾ 148 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വേണമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആർട്ടിക്കിൾ 148 CAGയുടെ ധർമ്മങ്ങൾ പറയുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ധർമ്മങ്ങൾ പറയുന്നത് ആർട്ടിക്കിൾ 149. നെക്സ്റ്റ് എന്താ നമ്മൾ പറയുന്നത്? ആർട്ടിക്കിൾ 148 ഇത് ആർട്ടിക്കിൾ 148 ഒരു CAG ഉണ്ടായിരിക്കണം എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 148. CAGയുടെ ധർമ്മങ്ങൾ പറയുന്നത് ആർട്ടിക്കിൾ 149. അതേ ധർമ്മങ്ങൾ പറയുന്നത് 149. ഇനി നമ്പേഴ്സ് പറയുന്നത് ആർട്ടിക്കിൾ എത്ര തന്നിച്ച നമ്പർ പറയുന്നത് ആർട്ടിക്കിൾ 148 to 151 കേട്ടോ. CAGയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ 151. CAGയുടെ റിപ്പോർട്ട് കൊടുക്കൽ, CAGക്ക് ഒരു റിപ്പോർട്ട് ഉണ്ടാവുമല്ലോ അല്ലെ, വാർഷിക ആനുവൽ റിപ്പോർട്ട് കൊടുക്കുന്നത് ആർട്ടിക്കിൾ 151 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 148 151 നമ്മൾ CAGയുടെ കാര്യങ്ങൾ പറഞ്ഞത്. ഇനി ആർട്ടിക്കിൾ 151 ആണ് CAGയുടെ റിപ്പോർട്ട് കൊടുക്കലിനെ കുറിച്ച് പറയുന്നത്. ഇനി CAGന്റെ വരവ് ചെലവുകൾ പരിശോധിക്കുന്നത് ആരാണ്? ഇന്ത്യയുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നത് ആരാണ്? CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇനി CAGയുടെ ഇന്ത്യയുടെ വരവ് ചെലവ് കാണുന്നത് പഠിക്കാനുള്ളത്. ആ കണക്കുകളൊക്കെ പരിശോധിക്കുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് ഇനി നമ്മുടെ ഈ ഒരു CAGയുടെ റിപ്പോർട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി CAGയുടെ വരവ് കണക്കുകൾ പരിശോധിക്കുന്നു. കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് കൊടുക്കുന്നത് പ്രസിഡന്റ് ആണ്. സ്റ്റേറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നത് ഗവർണർ ആണ്. ആർക്കാണ് കൊടുക്കുന്നത്? കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പ്രസിഡന്റിനും കൊടുക്കും. സ്റ്റേറ്റിന്റെ റിപ്പോർട്ട് അല്ലെ, നമ്മുടെ സ്റ്റേറ്റിന്റെ റിപ്പോർട്ട് ഗവർണർക്കും കൊടുക്കും കേട്ടോ. നെക്സ്റ്റ് എന്താ? ഹെഡ് ഓഫ് ദ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പൊതുഖജനാവിന്റെ കാവൽ നായ എന്നുള്ള പേരിലാണ് ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അറിയപ്പെടുന്നത്. ഹെഡ് ഓഫ് ദ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിട്ടാണ് നമ്മള് CAGയെ കണക്കാക്കുന്നത്. കാലാവധി 6 വർഷമാണ്. 65 വയസ്സ്. 6 വർഷമോ 65 വയസ്സോ അല്ലെ. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എവിടെയാണ്? രാഷ്ട്രപതിയുടെ മുന്നിൽ വെച്ചിട്ടാണ്. പൊതുഖജനാവിന്റെ കാവൽ നായ എന്നറിയപ്പെടുന്നത് ആരാണ്? കാവൽ നായ എന്നറിയപ്പെടുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. ഓക്കെ, കാലാവധി നമ്മൾ പറഞ്ഞു 6 വർഷമാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ 65 വയസ്സും ആകണം. അങ്ങനെയാണെങ്കിൽ അവരുടെ കാലാവധി പൂർത്തിയാകും. നെക്സ്റ്റ്, ഇവര് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുന്നിലാണ്. ഇവരെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ഓക്കെ, ഇവരെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്.
എന്തൊക്കെ കാര്യങ്ങൾ അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഏതൊക്കെ കാര്യങ്ങളാണ്? ഒന്ന് നോക്കിക്കേ, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാലാവധി 6 വർഷമാണെന്ന് നമ്മൾ പറഞ്ഞു, 65 വയസ്സ് വരെ എന്നുള്ളത് പറഞ്ഞു. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുന്നിലാന്ന് പറഞ്ഞു. നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അല്ലെ? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ആണ്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ആണ്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എന്ന് വെച്ചാൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ സഹായിയായിട്ട് വർത്തിക്കുന്നതാണ് ഒരു പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വരവ് ചെലവ് കണക്ക് പരിശോധിക്കുന്ന പാർലമെന്ററി കമ്മിറ്റിയാണ്. ഇന്ത്യയുടെ വരവ് ചെലവ് പരിശോധിക്കുന്ന പാർലമെന്ററി കമ്മിറ്റിയാണിത്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ, വഴികാട്ടി, ഫിലോസഫർ എന്നൊക്കെ ഉള്ളതിലാണ് CAG അറിയപ്പെടുന്നത്. CAG ആരായിട്ടാണ് അറിയപ്പെടുന്നത്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഇന്ത്യയുടെ വരവ് ചെലവ് കണക്ക് പരിശോധിക്കുന്ന പാർലമെന്ററി കമ്മിറ്റിയാണ്. PACയുമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥൻ, വഴികാട്ടി, ഫിലോസഫർ. ഇതെല്ലാം ആരാണ്? CAG ആണ്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം. ഇതെല്ലാം തിരിച്ചും മറിച്ചും ഒക്കെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ നന്നായിട്ട് വായിക്കുക. പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻ വരും, നന്നായിട്ട് വായിക്കുക. ആ ഓരോ ക്വസ്റ്റ്യനും അതിന്റെ മീനിങ് എങ്ങനെയാണ് അവർ ചോദിക്കും. ആരാണ് സഹായം ചോദിക്കും. അതേപോലെ PACയുമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ, വഴികാട്ടിയായിട്ട്, ഫിലോസഫറായിട്ട് അറിയപ്പെടുന്നത് ആരാന്ന് ചോദിക്കും. അപ്പൊ കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ട് കറക്റ്റ് വേണം നമ്മൾ എന്ത് ചെയ്യാന്? കറക്റ്റ് നമ്മൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ലെവൽ പഠിക്കണം നമ്മൾ. ഇന്ത്യയുടെ വരവ് ചെലവ് കണക്ക് പരിശോധിക്കുന്ന പാർലമെന്ററി കമ്മിറ്റിയുമായി PACയുമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ, വഴികാട്ടിയായിട്ടും ഫിലോസഫറായിട്ടും CAG പ്രവർത്തിക്കുന്നു. ഓക്കെ, വേറെന്താ നമ്മൾ പറയുന്നത്? കാലാവധിയാണ്. സ്റ്റേറ്റ്, അതായത് ഒരു കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാല് സ്റ്റേറ്റിലോ സെൻട്രലിലോ ഒരു ഉദ്യോഗം ചെയ്യാൻ പാടില്ല. ഓക്കെ, കാലാവധിക്ക് ശേഷം സ്റ്റേറ്റ് സെൻട്രൽ പോസ്റ്റിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതന്നെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഉദ്യോഗം വഹിക്കാൻ പറ്റില്ല. CAG ആയിട്ട് വർക്ക് ചെയ്ത ഒരാൾക്ക് ബാക്കിയുള്ള സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് ജോലിക്കൊന്നും കയറാൻ പറ്റില്ല. കാലാവധിക്ക് ശേഷവും പറ്റില്ല. പിന്നെ ഫസ്റ്റ് CAG ആയിട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഹാസ് വൺ ആരാണ്? നരഹരി റാവു. ഫസ്റ്റ് CAG ആയിട്ട് അറിയപ്പെടുന്നതാണ് നരഹരി റാവു. ഇപ്പോഴത്തെ CAG ആരാന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാ? ഒന്ന് പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. ഇപ്പോഴത്തെ നമ്മുടെ CAG ആരാന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ദേശീയ വനിതാ കമ്മീഷൻ. നെക്സ്റ്റ് ആരാ നോക്കാനുള്ളത്? ദേശീയ വനിതാ കമ്മീഷൻ ആണ്. ജസ്റ്റ് ഇതൊന്നിങ്ങനെ മനസ്സിലാക്കി പോവുക. ഓക്കെ, ഇൻഡിക്കേഷൻ ടു ദ റൈറ്റ്സ് ഓഫ് വുമൺ എന്നുള്ള മേരി ഓൾസ്റ്റോന്റെ ക്രാഫ്റ്റിലാണ് ഇത് പറയുന്നത്. ലോകത്തെ ആദ്യം ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള പുസ്തകമായിട്ട് പറയുന്നത് മേരി ഓൾസ്റ്റോന്റെ ക്രാഫ്റ്റ് ആണ്. ഇൻഡിക്കേഷൻ ടു ദ റൈറ്റ്സ് ഓഫ് വുമൺ എന്നുള്ളത് സ്ത്രീ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അന്താരാഷ്ട്ര വനിതാ ദിനമായി കണക്കാക്കുന്നത് മാർച്ച് 8 ആണ്. 1908 ന്യൂയോർക്കിലാണ് വനിതകൾ പ്രകടനം നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു വനിതാ ദിനം ഉണ്ടായിട്ടുള്ളത്. കാരണമായ വ്യക്തി എന്ന് പറയുന്നത് ക്ലാരസെറ്റ് ഗിൻ, റഷ്യക്കാരിയാണ്. ക്ലാരസെറ്റ് ഗിൻ എന്നുള്ള റഷ്യക്കാരിയ യുവതിയാണ് ഒരു വനിതാ പ്രകടനത്തിനും കാര്യങ്ങൾക്കൊക്കെ മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്. 1975 UNO ആദ്യമായി അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു. ചോദിക്കും, എന്നാണ് ആദ്യമായി അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചത്? 1975 UNO ആണ്. ഓക്കെ, ഇനി ദേശീയ വനിതാ ദിനമായിട്ട് കണക്കാക്കുന്നത് ഫെബ്രുവരി 13 ദേശീയ വനിതാ ദിനം. അന്താരാഷ്ട്ര വനിതാ ദിനമാണ് മാർച്ച് 8. ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13. എന്താ നമ്മളിപ്പോ ഇവിടെ പറയുന്നത്? ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 13. ഓക്കെ, സരോജിനി നായിഡുവിന്റെ ബർത്ത് ഡേറ്റ് ആണ് നമ്മള് ദേശീയ വനിതാ ദിനമായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ,
ദേശീയ വനിതാ ദിനമായിട്ട് കണക്കാക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 19 ഓക്കെ. 1971 സെൻട്രൽ ഗവൺമെന്റ് ചെയർമാൻ നൂറുൽ ഹസനാണ് ഒരു കമ്മിറ്റി ഓൺ സ്റ്റേറ്റ്സ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ എന്നുള്ള ഒരു കമ്മിറ്റിയിലെ ഫസ്റ്റത്തെ ചെയർമാനായിട്ട് നമ്മൾ പറയുന്നത് നൂറുൽ ഹസനെയാണ്. ദേശീയ വനിതാ കമ്മീഷൻ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് 1990 പ്രസിഡന്റ് ഒപ്പുവെച്ചിട്ടുള്ളത്. ഇത് ചോദിക്കാട്ടാ, കമ്മീഷൻ നിയമം വന്നതെന്ന്, പ്രസിഡന്റ് ഒപ്പുവെച്ചത്, കമ്മീഷൻ നിലവിൽ വന്നത്, ഈ ഡേറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ചോദിക്കും. അപ്പൊ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ. അപ്പൊ ദേശീയ വനിതാ കമ്മീഷൻ നിയമം വന്നിട്ടുള്ളത് 1990 പ്രസിഡന്റ് ഒപ്പുവെച്ചിട്ടുള്ളത് 1990 ഓഗസ്റ്റ് 30 ഈ കമ്മീഷൻ നിലനിൽക്കുന്നത് 1992 ജനുവരി 31 ഓക്കെ. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പാർലമെന്റ് നിയമം വഴി ഉണ്ടാക്കുന്ന നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നറിയാം. ആർട്ടിക്കിൾ 14 സമത്വത്തെ കുറിച്ചും, ആർട്ടിക്കിൾ 15 ലിംഗ സമത്വത്തെ കുറിച്ച്, പിന്നെ ആർട്ടിക്കിൾ 15 എന്താ പറയുന്നത്? സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള അവകാശത്തിന് വേണ്ടി നിയമം നിർമ്മിക്കാൻ പാർലമെന്റിന് കഴിയുന്നത് ആർട്ടിക്കിൾ 15(3) പറയുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 40 പറയുന്നുണ്ട്. ഓക്കെ. പ്രസവാനുകൂല്യങ്ങള്, സ്ത്രീകൾക്കുള്ള പ്രസവാനുകൂല്യം കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതിലാണ്. അപ്പൊ നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സ്റ്റേറ്റ് വനിതാ കമ്മീഷൻ, നമ്മുടെ സ്റ്റേറ്റിലെ വനിതാ കമ്മീഷനാണ്. സ്റ്റേറ്റ് വനിതാ കമ്മീഷനാണ് നമ്മള് ഇനി നോക്കുന്നത്. ഓക്കെ. അതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം അല്ലെ. ഇങ്ങനെ ഒരു വനിതാ കമ്മീഷൻ ബിൽ കരട് അതിന് തയ്യാറാക്കിയത് RP ഗൗരി അമ്മയാണ്. KR ഗൗരി അമ്മയാണ് ബിൽ കരട് തയ്യാറാക്കിയിട്ടുള്ളത്. ബില്ല് അഥവാ കരട് തയ്യാറാക്കിയത് നിയമോപദേശം വീട്ടിലെ സുബ്രഹ്മണ്യം പോറ്റിയാണ്. ജസ്റ്റിസ് VK കൃഷ്ണ അയ്യറും സുബ്രഹ്മണ്യൻ പോറ്റിയാണ്. ഓക്കെ. മെമ്പർ സെക്രട്ടറി CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് മെമ്പർ സെക്രട്ടറി. Then SC/ST member, one will be the SC/ST member ആണ്. അതേപോലെ തന്നെ ക്വിനാം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഇനി ഇതിന്റെ ഫസ്റ്റ് ചെയർപേഴ്സൺമാരും സെക്കൻഡ് തേർഡ് ചെയർപേഴ്സൺമാരും ഒന്ന് പഠിച്ചു വെക്കണം. സെക്കൻഡ് ചെയർപേഴ്സൺ ആയിട്ട് നമ്മൾ പറയുന്നത് ഡോക്ടർ ശ്രീദേവി ആണ്. 2 തവണ അവർ എന്താ ചെയ്തിട്ടുണ്ട്? ചെയർപേഴ്സൺ ആയിട്ടുണ്ട്. നെക്സ്റ്റ് തേർഡ് ചെയർപേഴ്സൺ M കമലം ആൻഡ് ഫോർത്ത് KC റോസക്കുട്ടി ആൻഡ് ഫിഫ്ത്ത് MC ജോസഫ് ആൻഡ് സിക്സ്ത് P സതീദേവി. ഇതൊന്നും നോട്ടിൽ ഉണ്ടാവണേ, ഇതൊന്ന് ബോർഡിൽ എഴുതിയെടുത്ത വൃത്തിയില്. നമ്മള് 4, 5 അല്ലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയർപേഴ്സൺ നമ്മുടെ സ്റ്റേറ്റ് വനിതാ കമ്മീഷനിലെ ചെയർപേഴ്സൺമാരായിട്ടുള്ള ആളുകളെ നമ്മൾ നോക്കുന്നത്. ഡോക്ടർ ശ്രീദേവി ഉണ്ടായിരുന്നു, 2 തവണ അവരായിട്ടുണ്ട്. 3ാമത് ചെയർപേഴ്സൺ ആയിട്ട് M കമലമാണ്. 4th ചെയർപേഴ്സൺ ആയിട്ട് KC റോസക്കുട്ടിയാണ്. ആൻഡ് 5th MC ജോസഫൈൻ ആണ്. ആൻഡ് 6th ആരാണ്? P സതീദേവിയാണ് കേട്ടോ. എന്തൊക്കെയാണ് ഇവരുടെ പ്രത്യേകത നോക്കിക്കേ. പരാതിക്ക് ഫീസ് വേണ്ട, സിവിൽ കേസ് ഒന്നും ഇവിടെ പരിഗണിക്കൂല. പിന്നെന്താ പറ മക്കളെ. വക്കീലിന്റെ സേവനം ആവശ്യം, വിവാഹമോചനങ്ങൾക്കുള്ള അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പുരുഷന്മാരുടെ പരാതിയും ആവശ്യ തന്ത്രങ്ങളൊക്കെ കേൾക്കാറുണ്ട് കേട്ടോ. ഇമ്മോറൽ ട്രാഫിക് പ്രൊഹിബിഷൻ ആക്ട്, ഈ ആക്ട്സുകളൊക്കെ ഡെയിലി പഠിച്ചു വെക്കാം. കറക്റ്റ് ഇടക്കിടക്കൊന്നും ഒരു വായിച്ചു നോക്കിയുള്ള മനസ്സിൽ പോവുള്ളൂ. നമ്മളിപ്പോ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? ഒന്ന് ശ്രദ്ധിച്ചേ, എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത്? കുറച്ച് നിയമങ്ങൾ കൊന്നിട്ടുണ്ട്. ആർട്ടിക്കിൾസിൽ ഇത് പറയുന്നുണ്ട്. ഇമ്മോറൽ ട്രാഫിക് പ്രൊഹിബിഷൻ ആക്ട് 1956 ഡൗറി പ്രൊട്ടക്ഷൻ ആക്ട് 1961 ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961 ഇമ്മോറൽ ട്രാഫിക് പ്രൊഹിബിഷൻ ആക്ട് 1956 ദെൻ ഇന്ത്യയുടെ റെപ്രസെന്റേഷൻ ഓഫ് വുമൺ പ്രൊഹിബിഷൻ ആക്ട് 1986 ഓക്കെ. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നിലവിൽ 2005 കൊണ്ടുവന്നിട്ടുള്ളത് 2005 നിലവിൽ വന്നിട്ടുള്ളത് 2006 ഒക്ടോബർ 26 ഓക്കെ. നെക്സ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വുമൺ ഇൻ വർക്കിംഗ് പ്ലേസ് 2013 അതേപോലെ 1997 സുപ്രീം കോർട്ട് മാർഗനിർദ്ദേശം എന്താണ്?
ഏതോ വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാനിലെ ഒരു കേസിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വുമൺ ഇൻ വർക്കിംഗ് പ്ലേസിലെ സെക്ഷൽ ഹറാസ്മെന്റ് ഒക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നമ്മളെ ഈ കാര്യങ്ങളും പറഞ്ഞു, സ്റ്റേറ്റിന്റെ പറഞ്ഞു, അതേപോലെ തന്നെ സെൻട്രൽ വനിതാ കമ്മീഷനും പറഞ്ഞു അല്ലെ. അപ്പൊ ഓക്കെ, ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്നെടുത്ത ഭാഗങ്ങളൊക്കെ കറക്റ്റ് എന്ത് ചെയ്യാ, പഠിക്കുക, നോട്ട് എഴുതി വെക്കുക. നോട്ടിൽ പോകേണ്ട പോയിന്റ്സ് ഞാൻ ഓരോ പോയിന്റ് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ ഓരോ പോയിന്റ്സ് മാർക്ക് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.